ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി സുൽത്താൻ. ഹരിത മേഖലകളിൽ നിന്ന് 2000-ലധികം വാഹനങ്ങൾ നീക്കി. കടൽ മാർഗം ഒമാനിലേക്ക് കടക്കാൻ ശ്രമിച്ച 28 ഏഷ്യൻ പൗരന്മാർ പിടിയിൽ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബേൺഹാമും തമ്മിൽ ടെലിഫോൺ ചർച്ച നടത്തി. മേഖലയിലെ പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ചും സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കുന്നതിനുള്ള വഴികളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാനും പുതിയ മേഖലകളിൽ പരസ്പര സഹകരണം വ്യാപിപ്പിക്കാനും തീരുമാനമായി. അതേസമയം മൊറോക്കോയുടെ അധികാരമേറ്റ വാർഷികത്തോടനുബന്ധിച്ച് മൊറോക്കോയിലെ കിങ് മുഹമ്മദ് ആറാമന് ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ആശംസകൾ നേർന്നു. കിങ് മുഹമ്മദ് ആറാമന്റെ നേതൃത്വത്തിൽ മൊറോക്കോയിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസൃതമായി രാജ്യത്ത് സുസ്ഥിരതയും പുരോഗതിയും കൈവരിക്കാനാകട്ടെ എന്ന് സുൽത്താൻ ഹൈതം ആശംസിച്ചു. ഖരീഫ് സീസണിൽ ദോഫാർ ഗവർണറേറ്റിലെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഫീൽഡ് പ്രവർത്തനങ്ങൾ എൻവയോൺമെന്റൽ ഗാർഡിയൻ സംഘം ശക്തമാക്കി. നിയമലംഘനം നടത്തി ഹരിത പ്രദേശങ്ങളിൽ പാർക്ക് ചെയ്ത 2427 വാഹനങ്ങൾ സംഘം ഇതുവരെ നീക്കം ചെയ്തു. ദോഫാർ മുനിസിപ്പാലിറ്റി, റോയൽ ഒമാൻ പോലീസ് എന്നിവരുമായി സഹകരിച്ചാണ് ഈ കർശന പരിശോധന നടക്കുന്നത്. ജൂലൈ 30-ന് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം പുൽമേടുകളിൽ പ്രവേശിച്ച 29 വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുകയും പരിസ്ഥിതി ലോലമായ 197 സ്ഥലങ്ങൾ താൽക്കാലികമായി അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കടൽ മാർഗം ഒമാനിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 28 ഏഷ്യൻ പൗരന്മാരെ കോസ്റ്റ് ഗാർഡ് അറസ്റ്റ് ചെയ്തു. റോയൽ ഒമാൻ പോലീസ് കോസ്റ്റ് ഗാർഡ് കമാൻഡ് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. സീബിന്റെ തീരക്കടലിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ ബോട്ട് കോസ്റ്റ് ഗാർഡ് തടയുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മതിയായ രേഖകളില്ലാതെ രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച സംഘത്തെ കസ്റ്റഡിയിലെടുത്തത്. പിടിയിലായവർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. മനുഷ്യക്കടത്ത്, അനധികൃത കുടിയേറ്റം, മറ്റ് സമുദ്ര സുരക്ഷാ ലംഘനങ്ങൾ എന്നിവ തടയാൻ ഒമാൻ തീരങ്ങളിൽ റോയൽ ഒമാൻ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അധികൃതരെ വിവരം അറിയിക്കണമെന്ന് ROP പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.